ഒരു ബാക്ക് ട്രാക്ക് ഫോർ ലൈവ് സി ഡി, ഡാറ്റ പാക്കറ്റ് ഇഞ്ചക്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വയർലെസ് കാർഡ്, ഒരു മികച്ച ഡിക്ഷണറി ഫയൽ എന്നിവയുണ്ടെങ്കിൽ എങ്ങനെ ഒരു WPA സെക്യൂരിറ്റി എനേബിൾഡ് നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് കണ്ടെത്താമെന്നുള്ളതിൻ്റെ മലയാളം വീഡിയോ ഡെമോൺസ്ട്രേഷനാണ് നിങ്ങളിവിടെ കാണുവാൻ പോകുന്നത്. ആദ്യമായി ഒരു ബാക്ക് ട്രാക്ക് ഫോർ ലൈവ് സി ഡി ഉപയോഗിച്ച് നിങ്ങളുടെ സിസ്റ്റം ബൂട്ട് ചെയ്യുക. അതിനുശേഷം ഒരു കൺസോൾ അഥവാ ടെർമിനൽ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന കമാൻഡ്സ് ഒരു ടെക്സ്റ്റ് ഫയലിൽ സേവ് ചെയ്തിട്ടുണ്ട്. ആദ്യമായി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കമാൻഡ് airmon -ng. ഈ കമാൻഡ് ഞാൻ ടെക്സ്റ്റ് ഫയലിൽ നിന്നും കോപ്പി ചെയ്യുന്നു, കൺസോളിലേക്ക് പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. ഈ കമാൻഡ് എൻ്റർ ചെയ്തപ്പോൾ എൻ്റെ വയർലെസ് ഇൻ്റർഫേസ് ഏതാണെന്ന് എനിക്ക് കാണുവാൻ സാധിച്ചു. എൻ്റെ വയർലെസ് ഇൻ്റർഫേസ് WLAN0. അതുകൊണ്ട് ഞാൻ അടുത്തതായി യൂസ് ചെയ്യുന്ന കമാൻഡ് airmon -ng stop WLAN0. അതിനുശേഷം ifconfig WLAN0 down. WPA സെക്യൂരിറ്റി എനേബിൾഡ് നെറ്റ്വർക്കിൽ WPA ഹാൻഡ് ഷേക്കിംഗ് അഥവാ ഒരു ക്ലയൻറ്റ് ആക്സസ് പോയിന്റിലേക്ക് കണക്റ്റ് ആകുന്ന ടൈമിൽ പാസ്വേഡ് കൈമാറുന്ന പ്രോസസ്സ്, അതിനാണ് WPA ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു ക്ലയൻറ്റിനെ ഡിസ്കണക്ട് ചെയ്യിച്ച് WPA ഹാൻഡ് ഷേക്കിംഗ് വീണ്ടും ഉണ്ടാക്കുക എന്നുള്ള ടെക്നിക്കാണ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഡിസ്കണക്ഷൻ പാക്കറ്റ്സ് ഇൻജെക്റ്റ് ചെയ്യുന്നതിൻ്റെ ട്രാൻസ്മിറ്റിംഗ് പവർ കൂട്ടുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ വയർലെസ് കാർഡിൻ്റെ ട്രാൻസ്മിറ്റിംഗ് പവർ 25 dBn കൂട്ടുവാൻ പോകുന്നു. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്ന കമാൻഡാണ് iwconfig WLAN0 tx power 25. ഇവിടെ ഞാൻ എൻ്റെ വയർലെസ് കാർഡിൻ്റെ ട്രാൻസ്മിറ്റിംഗ് പവർ 25 dBm കൂട്ടുന്നു. ഞാനിവിടെ ഒരു എക്സ്റ്റേണൽ വയർലെസ് കാർഡാണ് യൂസ് ചെയ്യുന്നത്. അത് 25 dBm വരെ സപ്പോർട്ട് ചെയ്യും. അതിനുശേഷം ട്രാൻസ്മിറ്റിംഗ് പവർ എത്ര കൂടിയിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് iwlist WLAN0 tx power. ഇവിടെ എൻ്റെ വയർലെസ് കാർഡിൻ്റെ ട്രാൻസ്മിറ്റിംഗ് പവർ 25 dBm കൂടിയതായി കാണുവാൻ സാധിക്കും. അതിനുശേഷം ഇൻ്റർഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നു. airmon -ng start WLAN0. ഇവിടെ മോണിറ്റർ മോഡ് MON0 എനേബിൾ ആയിട്ടുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതിനുശേഷം അവൈലബിൾ നെറ്റ്വർക്ക് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി aerodem -ng ഇൻ്റർഫേസ് നെയിം MON0 എൻ്റർ ചെയ്യുന്നു. ഇവിടെ സെർച്ചിങ് പ്രോസസ്സ് നടക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ സെർച്ചിങ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ Ctrl+C പ്രസ് ചെയ്യുന്നു. Ctrl+C പ്രസ് ചെയ്യുമ്പോൾ സെർച്ചിങ് സ്റ്റോപ്പ് ആവുന്നു. ഇവിടെ സ്റ്റേഷൻ എന്ന് കാണിക്കുന്നത് ആക്സസ് പോയിന്റിലേക്ക് കണക്റ്റ് ആയിരിക്കുന്ന ക്ലയൻസ് ആണ്. ഇവിടെ ഞാൻ എൻ്റെ തന്നെ നെറ്റ്വർക്കായ ഷാനു അനിയാസ് ആണ് ക്രാക്ക് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ചാനലാണ് 11. BSS ID ആണ് ഇപ്പോൾ കാണുന്നത്. ഇത് ഞാൻ കോപ്പി ചെയ്യുന്നു. അടുത്തതായി ഈ നെറ്റ്വർക്കിൽ നിന്നുമുള്ള ഡാറ്റ ക്യാപ്ചർ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ് aerodem -ng C11. എൻ്റെ ചാനൽ 11 ആണ്. -w ഷാനു എന്ന് പറയുന്നത് സേവ് ചെയ്യുവാൻ പോകുന്ന ക്യാപ്ചർഡ് ഫയലിൻ്റെ നെയിമാണ്. ഞാൻ ഈ കമാൻഡ് കൺസോളിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഇവിടെ ഞാൻ ഈ കമാൻഡ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഡെസ്ക്ടോപ്പിൽ 4 ഫയൽസ് ജനറേറ്റ് ആയിട്ടുള്ളതായിട്ട് കാണുവാൻ സാധിക്കും. ഇത് ഷാനു എന്ന പേരിൽ, ഞാനിവിടെ ഷാനു എന്ന പേര് ഈ കമാൻഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഷാനു എന്ന പേരിൽ ഒരു ഫയൽസിലേക്ക് ഡാറ്റ ക്യാപ്ചർ ആവും. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ഓൾറെഡി ഒരു ക്ലയൻറ്റ് കണക്റ്റ് ആയിട്ടുള്ളതായിട്ട്
സ്റ്റേഷൻ അതിന് താഴെ കാണിക്കുന്നത് ക്ലയൻറ്റിൻ്റെ MAC അഡ്രസ്സാണ്. ഇവിടെ WPA ഹാൻഡ് ഷേക്കിംഗ് ലഭിക്കുന്നതിന് വേണ്ടി ഞാൻ ഡിസ്കണക്ഷൻ ടെക്നിക്സാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. കാരണം ഓൾറെഡി ഉള്ള ക്ലയൻറ്റിനെ ഒരു പാക്കറ്റ്സ് ഇൻജെക്റ്റ് ചെയ്ത് ഡിസ്കണക്റ്റ് ചെയ്യിക്കുകയും അത് വീണ്ടും കണക്റ്റ് ആകുന്ന ടൈമിൽ WPA ഹാൻഡ് ഷേക്കിംഗ് ജനറേറ്റ് ചെയ്യുകയും ആ WPA ഹാൻഡ് ഷേക്ക് ക്യാപ്ചർ ചെയ്യുകയുമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ക്ലയൻറ്റിൻ്റെ MAC അഡ്രസ് കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ഈ കമാൻഡ് കോപ്പി ചെയ്യുന്നു. പുതിയൊരു കൺസോൾ ഓപ്പൺ ചെയ്യുക. പുതിയൊരു കൺസോൾ അഥവാ ടെർമിനൽ ഓപ്പൺ ചെയ്ത് അവിടേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഈ കമാൻഡ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇൻജെക്റ്റിംഗ് പാക്കറ്റ് സെൻഡ് ആവുന്നു. അതവിടെ ക്ലയൻറ്റിനെ ഡിസ്കണക്റ്റ് ചെയ്യിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും ACK എന്ന് പറയുന്ന അക്നോളജ്മെൻറ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമ്മൾ ഡാറ്റ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് WPA ഹാൻഡ് ഷേക്കിംഗ് ഇവിടെ നമുക്ക് ജനറേറ്റ് ആവുകയും അത് നമുക്ക് ഷാനു എന്ന പേരിലുള്ള ഡെസ്ക്ടോപ്പിലുള്ള ഫയലിലേക്ക് സേവ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് WPA ഹാൻഡ് Ctrl+C അടിച്ച് ഞാനിവിടെ ക്യാപ്ചറിങ് സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ WPA ഹാൻഡ് ഷേക്കിംഗ് ആ ടാർഗറ്റ് ആക്സസ് പോയിന്റിൽ നിന്നുള്ള WPA ഹാൻഡ് ഷേക്കിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള പ്രോസസ്സിനെ ഒരു ഓഫ്ലൈൻ ക്രാക്കിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു മികച്ച ഡിക്ഷണറി ഫയൽ ഉപയോഗിച്ച് WPA ഹാൻഡ് ഷേക്കിംഗ് പാസ്വേഡും കണ്ടെത്തുക എന്നുള്ളതാണ്. മീൻസ് ഒരു കമ്പാരിസൺ പ്രോസസ്സാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഒരു ഡിക്ഷണറി ഫയൽ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത dictionary.lst എന്ന പേരിൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി കമ്പാരിസന് വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് aircrack -ng-w സ്പേസ് dictionary.lst. അത് ഞാൻ ഡിക്ഷണറി എന്ന പേരിൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരിക്കുന്ന ഫയലാണ്. അതിനുശേഷം ആ കമാൻഡ് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇവിടെ കമ്പാരിസൺ നടക്കുന്നുണ്ട്. ഇവിടെ WPA ഹാൻഡ് ഷേക്കിംഗ് പാസ്വേഡുള്ള ഷാനു എന്ന പേരുള്ള ക്യാപ്ചേർഡ് ഫയലും dictionary.lst എന്ന ഡിക്ഷണറി ഫയലും തമ്മിൽ എയർക്രാക്ക് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഞാൻ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിക്ഷണറി എന്ന ഫയലിൽ പാസ്വേഡ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ഈ കൺസോളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ 595 KB/s കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മികച്ച ഡിക്ഷണറി ഫയൽ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു WPA സെക്യൂരിറ്റി എനേബിൾഡ് നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് കണ്ടെത്താൻ ഈസിയാണ്. ഇവിടെ കീ ഫൗണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എൻ്റെ ഡിക്ഷണറി ഫയലിൽ എൻ്റെ ടാർഗറ്റ് നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് ഉണ്ടായിരുന്നു. അത് കമ്പയർ ചെയ്തപ്പോൾ എനിക്ക് കീ ഫൗണ്ട് എന്ന് പറഞ്ഞ് ഇവിടെ എൻ്റെ പാസ്വേഡ് കിട്ടിയിരിക്കുന്നു. അപ്പോൾ മികച്ച ഒരു ഡിക്ഷണറി ഫയൽ ഉണ്ടെങ്കിൽ ആർക്കും ഒരു WPA സെക്യൂരിറ്റി എനേബിൾഡ് നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് കണ്ടെത്താം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.